കേരള കിച്ചൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ട്. എല്ലാവരുടെ കയ്യിലിരിക്കണം ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ്. ഒരു സ്പൈസ് മിക്സ് ആണ് നമ്മുടെ നാടൻ കറി മസാല പൊടി അല്ലെങ്കിൽ കേരള ഗരം മസാല. ഇതെല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്നതാണ്. അപ്പോൾ ഇത് റെസിപ്പീസ് ആർ സിമ്പിൾ റാസ് ഒറിജിനൽ റെസിപ്പി നാടൻ ഗരം മസാലയാണ്, കേരള ഗരം മസാല. ഒരുപാട് റെസിപ്പീസിന് ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ വെബ്സൈറ്റിൽ ഒരുപാട് റെസിപ്പീസിന് യൂസ് ചെയ്യുന്നത് നല്ല അസല് നാടൻ ഗരം മസാലയാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി. കടലക്കറി ആയാലും കൊത്തു പൊറോട്ട ആയാലും ചില ബിരിയാണിക്കായാലും ഈ ഒരു ഗരം മസാല ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എൻ്റെ കിച്ചണിൽ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക്. എക്സ്റ്റെൻസീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്പൈസ് മിക്സ് ആണ് ഇത്. എപ്പോഴൊക്കെ തീരുന്നു അപ്പം തന്നെ ഞാൻ ഫ്രഷ് ബാച്ച് ഉണ്ടാക്കി വെക്കുന്ന ഒരു സ്പൈസ് മിക്സ് ആണ്. ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും. വേഗം നോക്കാം. അപ്പോൾ നമ്മുടെ നാടൻ ഗരം മസാലയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ പെരിഞ്ജീരകമാണ്. വലിയ ജീരകം 13 ടേബിൾ സ്പൂൺ അളന്നെടുക്കുന്നുണ്ട്. അപ്പോൾ 13 ടേബിൾ സ്പൂൺ എന്ന് വെച്ചാൽ ഒരു ഏകദേശം 80 ഗ്രാം വരും. അപ്പോൾ നമുക്ക് സ്പൈസസ് എല്ലാം ഒരു ചൂട് കട്ടിയുള്ള ചീനച്ചട്ടിയിലേക്ക് ഇട്ട് വയ്ക്കാം. അടുത്തതായിട്ട് തക്കോലം അല്ലെങ്കിൽ സ്റ്റാർ അനീസാണ്. അളന്നെടുക്കാൻ വേണ്ടി എളുപ്പത്തിന് ചെറിയ പീസായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ 8 ഗ്രാം. പിന്നെ ഗ്രാം കണക്കിന് തന്നെ നോക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ ഇങ്ങോട്ടും അങ്ങോട്ടും. ഞാൻ മിക്കപ്പോഴും ആ ടേബിൾ സ്പൂൺ കണക്ക് തന്നെയാണ് ഫോളോ ചെയ്യണത്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഗ്രാമ്പു, ഏകദേശം 8 ഗ്രാം തന്നെ വരും. അടുത്തത് കറുകപ്പട്ട, അതും ഒരു 2 ടേബിൾ സ്പൂണോളം വേണം. അപ്പോൾ കറുകപ്പട്ട ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം, എന്നാലേ അത് അളന്നെടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. 2 ടേബിൾ സ്പൂൺ ഒരു വിധം 10 ഗ്രാം. അടുത്തത് കുരുമുളകാണ്. കുരുമുളക് 1 ടേബിൾ സ്പൂൺ മതി, പക്ഷെ അതും ഒരു 8 ഗ്രാമോളം വരുന്നുണ്ട്. അതും ഇട്ടെടുത്ത് ഇനി പച്ച ഏലക്ക ഒരു 6 ഗ്രാമോളം വരും, 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ നാടൻ അല്ലെങ്കിൽ കേരള ഗരം മസാലയ്ക്ക് ആവശ്യമുള്ള സ്പൈസസ്. ഇതിനി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പം ഈ സമയത്ത് അടുപ്പിൽ നിന്ന് മാറരുത്, ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ആ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ പെരിഞ്ജീരകമൊക്കെ ഉണ്ടല്ലോ, അത് ഇങ്ങനെ കുറച്ച് ബ്രൗൺ ആയി പോവും കുറച്ച് നേരം ഇളക്കാണ്ടിരുന്നാൽ. അപ്പോൾ അതിൻ്റെ മണവും അതിൻ്റെ ടേസ്റ്റും കുറച്ച് മാറിപ്പോവും. അതുകൊണ്ട് ഈ 5 മിനിറ്റ് ടൈമർ വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ 5 മിനിറ്റ് കഴിയാറാകുമ്പോഴേക്കും നല്ലൊരു മണമായിരിക്കും അടുക്കളയിൽ മൊത്തം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങും സ്പൈസസ് എല്ലാം. അപ്പോൾ അത് റെഡിയാണ്. ഇനി ഞാനിത് ചൂടുള്ളപ്പോൾ തന്നെയാണ് സ്പൈസ് ഗ്രൈൻഡറിലിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് സ്പൈസസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് ഗ്രൈൻഡറാണ്, ഇതുപോലത്തെ ബ്ലേഡാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിട്ടിട്ട് നമുക്ക് ഇത് ഒന്ന് മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കണം, നന്നായി പൊടിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ കേരള ഗരം മസാല റെഡി ആയിട്ടുണ്ട്. നല്ല മണമാണ്. ഇത് നല്ല ചൂടുണ്ടാവും, ചൂടോടുകൂടി പൊടിച്ചെടുത്ത കാരണം. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒരു ഗ്ലാസിൻ്റെ ജാർ അല്ലെങ്കിൽ സെറാമിക്കിൻ്റെ ജാറിലാണ് ഇട്ട് വയ്ക്കാറ്. നന്നായി ചൂടാറിയതിന് ശേഷം ഇത് അടച്ചു വെക്കുള്ളൂ. അപ്പോൾ എന്നും എൻ്റെ അടുക്കളയിൽ എന്നും കാണുന്ന ഒരു സ്പൈസ് മിക്സാണ് നമ്മുടെ റാസ് ഗരം മസാല അല്ലെങ്കിൽ കേരള ഗരം മസാല. എൻ്റെ വെബ്സൈറ്റ് recipesaresimple.com ഒരുപാട് റെസിപ്പീസിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും നല്ലൊരു സ്പൈസ് മിക്സാണ് കേട്ടോ. ഫ്രണ്ട്സിനായിട്ടും മക്കളായിട്ടും മരുമക്കളായിട്ടും എല്ലാവരായിട്ടും ഷെയർ ചെയ്യാൻ നോക്കുക. അടുത്ത പ്രാവശ്യം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.